നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. കേരളം, മലയാളികളുടെ ജന്മഭൂമി, ഇന്നത്തെ രീതിയിൽ ഇനി എത്ര കാലം കാണും? കേരകേദാര ഭൂമി എന്ന് മലയാളി ആത്മാഭിമാനം കൊള്ളുന്ന ഈ ഭൂഭാഗം ഇന്നത്തേതുപോലെ എത്ര കാലം നിലനിൽക്കും? കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ വികസിക്കുന്നതെങ്കിൽ ഈ നാടിൻ്റെ ഭൂഘടന തന്നെ മാറും. കേരളത്തിൻ്റെ തീരപ്രദേശം ആഴമുള്ള കുഴികളായി മാറും. അങ്ങോട്ട് കടൽ കയറും. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പോലും മറ്റൊരു വിധമാകും. ഇത് അതിശയോക്തിയോ ഭയപ്പെടുത്താൻ പറയുന്നതോ അല്ല, ഒരു സാങ്കല്പിക വാർത്തയും അല്ല. കേരളത്തിൻ്റെ കടൽ തീരത്ത് നിന്ന് കേന്ദ്ര സർക്കാർ വൻതോതിൽ മണൽ ഖനനം ചെയ്യാൻ പോകുകയാണ്. അതിൻ്റെ പ്രത്യാഘാതമാണ് പറഞ്ഞത്. കൊല്ലം പരപ്പ് എന്ന് വിളിക്കുന്ന വർക്കല മുതൽ ആലപ്പുഴ വരെയുള്ള തിട്ടയിലെ മണൽ ആണ് ആദ്യം ഖനനം ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 18 ഈ മണൽ ഖനനത്തിനുള്ള അവകാശത്തിനു വേണ്ടി ടെൻഡർ വിളിക്കും. ഖനനം ചെയ്തെടുക്കുന്ന കടൽ മണൽ ഉപ്പരസം മാറ്റി വിൽക്കും, കയറ്റുമതി ചെയ്യും. ഒരു വലിയ മണലൂട്ടൽ വ്യവസായമാണ് വരാൻ പോകുന്നത്. ലോകമെമ്പാടും നിർമ്മാണ പ്രവർത്തനത്തിനുള്ള മണലിന് വലിയ ക്ഷാമം നേരിടുന്നുണ്ടത്രേ. വർക്കല മുതൽ ആലപ്പുഴ വരെയുള്ള കൊല്ലം പരപ്പ് 3300 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം വരുമെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇവിടെ 375 മീറ്റർ ആഴത്തിൽ വരെ മുന്തിയ തരം മണൽ ഉണ്ടെന്നാണ് പഠനങ്ങൾ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനം പറയുന്നത് 745 ദശലക്ഷം ടൺ മണൽ ഈ പ്രദേശത്തു നിന്നും കുഴിച്ചെടുക്കാമെന്നാണ്. 3300 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ നിന്ന് ശരാശരി 300 അടി ആഴത്തിൽ 745 ദശലക്ഷം ടൺ മണൽ എടുത്തു മാറ്റിയാലുള്ള സ്ഥിതി സങ്കല്പിച്ചു നോക്കൂ. ഇത്രയും പ്രദേശത്തെ ഗ്രാമങ്ങൾ ഇല്ലാതാകും. ഈ മണൽ കുഴികളിലേക്ക് കടൽ കയറും. കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ ആകെ മാറും. സംസ്ഥാനത്തിൻ്റെ കടൽ പരിസ്ഥിതിയുടെയും ഭൂപ്രകൃതിയുടെയും തകർച്ചയ്ക്ക് ഇത് വഴിവെക്കും. ഈ മേഖലയിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കുന്ന ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഇല്ലാതെയാകും. അവർ നാളെ മണൽ വാരൽ തൊഴിലാളികളായി മാറും. ഈ കടൽ മേഖലയിലെ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത് അപ്രത്യക്ഷമാകും. തീരദേശ ധാതുക്കളുടെ വികസനവും നിയന്ത്രണവും എന്ന 2003 നിയമത്തിന് വരുത്തിയ ഭേദഗതികളുടെ മര പിടിച്ചാണ് കേന്ദ്ര സർക്കാർ വൻതോതിൽ കടൽ മണൽ ഖനനം ചെയ്യാൻ പദ്ധതിയിടുന്നത്. ഈ ഭേദഗതി ധാതുവിഭവങ്ങളിൽ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം പരിമിതമാക്കി. സംസ്ഥാന സർക്കാർ ഈ ഖനന പരിപാടിയിൽ വെറും മൗന സാക്ഷികൾ മാത്രമാണ്. തീരമേഖലയുടെ പ്രകൃതം തന്നെ മാറ്റിമറിക്കുന്ന ഈ മണൽ കൊള്ളയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ഫെബ്രുവരി 8 CITUവിൻ്റെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളി സംഘടന ബോട്ടുകളിലെത്തി കടലിൽ പ്രകടനം നടത്തും. മറ്റ് തൊഴിലാളി ബഹുജന സംഘടനകളും പരിസ്ഥിതി സംഘടനകളും സമരരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും ഈ ഖനനത്തെ എതിർക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ വിഭവം മാത്രമല്ല, അധികാരം കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നടപടിയിൽ ഊറ്റുന്നത്. ധാതുമണൽ നിയമ ഭേദഗതിയോടെ ഈ മേഖലയിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ ശോഷിച്ചു പോയിരിക്കുകയാണ്. ആദ്യ കേൾവിയിൽ തന്നെ സാധാരണക്കാരന് പോലും അപകടം മണക്കുന്ന വിപുലമായ ഈ മണൽ വാരൽ ഒരു വ്യവസായമായി വികസിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേരിടുന്ന മണൽ ക്ഷാമത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞാണ് ഇതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത്. മണൽ വിറ്റ് ഡോളറുകൾ സമ്പാദിക്കുന്ന ഈ പദ്ധതി നടപ്പാകുന്നതോടെ GST, ഷിപ്പിംഗ് തുടങ്ങിയ വഴികളിലൂടെ പൊതുഖജനാവിലേക്ക് ശതകോടികൾ ഒഴുകി വരുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ വാദം. ഒരുപറ്റം കടൽ ശാസ്ത്രജ്ഞന്മാരും ഇത് ന്യായീകരിക്കുന്നു. ഇതൊരു തെറ്റല്ല എന്നും അമേരിക്കയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മണലിൻ്റെ 30% കടൽ മണൽ ആണെന്നുമാണ് അവർ തങ്ങളുടെ വാദം ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ലക്ഷത്തോളം വരുന്ന ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതോപാധി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും അവർക്ക് യാതൊരു വേവലാതിയും ഇല്ല.
നമുക്കില്ലാതാകുന്ന മത്സ്യ വൈവിധ്യത്തെക്കുറിച്ച്, തകരുന്ന കടലിൻ്റെ ജൈവഘടനയെക്കുറിച്ച് ഇവർ മൗനം പാലിക്കുന്നു. നിയന്ത്രിത തോതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്യൂ എന്നാണ് ഇതിനെ ന്യായീകരിക്കുന്ന ശാസ്ത്ര സമൂഹം പറയുന്നത്. കേരളത്തെ ഒരു കടുത്ത പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടുന്നതാണ് ഈ സോക്കോൾഡ് വികസന പദ്ധതി എന്ന് പറയാം. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇത് ഉന്നയിക്കുന്നത്. പ്രധാനമായും തീരദേശത്തെ മാത്രമല്ല, കേരളത്തിൻ്റെ മലമ്പ്രദേശങ്ങളെയും സമതലങ്ങളെയും എല്ലാം ഈ നടപടി പ്രതികൂലമായി ബാധിക്കും. ഈ കാര്യം മറച്ചു വെച്ചാണ് അധികൃതർ ശാസ്ത്രജ്ഞരുടെ ഒത്താശയോടെ ഈ പദ്ധതി കേരളത്തിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നത്. വലിയ തോതിൽ ജനവികാരം ഉയരേണ്ട വിഷയമാണിത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതിനായി ചാനൽ 5+ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.